കളിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഴ ഉണ്ടെങ്കിലേ പോകും കേട്ടോ. Let's go. അതെന്നാ 1 2 3 അടിപൊളി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഓക്ലാൻഡ് സൂവിലോട്ടുള്ള യാത്ര തുടങ്ങി. ശ്രീലാലേട്ടൻ്റെ കാറിലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ ഗേൾസ് ടീമിൻ്റെ 2 അംഗങ്ങളും പതുക്കെ അരുണിൻ്റെ കാറിലോട്ട് ഷിഫ്റ്റായി. അരുണിൻ്റെ വീടെത്തിയപ്പോൾ വേറൊന്നുമല്ല, അവരുടെ ടീം ഹെഡായിട്ടുള്ള നമ്മുടെ ഇവാൻഷ ആ കാറിലാണ്. അതാണ് ഒരു ഡേ വ്ളോഗ് ഇടാന്നുണ്ട്. കാണാൻ പോകുന്ന സബ്സ്ക്രൈബ് നിങ്ങൾ മാത്രമായിരിക്കും. എവിടെ എൻ്റെ ഇവാൻഷു? എവിടെ? ഹായ് ഇവാൻഷു, സേ ഹായ്. ഓക്കെ ഗൈസ്, ഓക്കെ ഓക്കെ ബൈ. ഓക്കെ, സൂല് വെച്ച് കാണാം. പിന്നെ ഞങ്ങളുടെ യാത്ര 2 തിരിഞ്ഞു. ഒന്ന് ശ്രീലാലേട്ടൻ്റെ കാറിലും ഒന്ന് അരുണിൻ്റെ കാറിലുമായിരുന്നു. ഇതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ഫ്രണ്ടും കൂടെ ഞങ്ങളുടെ കൂടെ യാത്രയിൽ ഉണ്ടായിരുന്നു. അവരെ നമുക്ക് പിന്നെ പരിചയപ്പെടാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സൂവിലോട്ട് എത്തി. അവിടെ നിന്ന് ഞങ്ങൾക്ക് സൂവിലോട്ട് പോകാനായിട്ട് ഒരു ട്രാമിൽ വഴിയായിരുന്നു പോകേണ്ടായിരുന്നത്, കൊച്ചു ട്രെയിൻ വഴിയായിട്ട്. അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും ഞങ്ങളുടെ കൂടെ ഈ യാത്രയിൽ കാണുമെന്ന് വിശ്വസിക്കും. അങ്ങനെ 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഓക്ലാൻഡ് സൂ എത്തി. ആ നടുക്ക് നിൽക്കുന്ന കപ്പിൾസാണ് ശ്രീലാലേട്ടനും വൈഫും. ലാസ്റ്റ് നിൽക്കുന്നത് കാവ്യ, പിന്നെ ഇത് അരുൺ. ഇവരെല്ലാവരും ഞങ്ങളുടെ റിലേറ്റീവ്സാണ്. എനിക്ക് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പതുക്കെ ആ ഫാമിലി ആയിട്ട് അവർ ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് മക്കളുടെ ഗേൾസ് ടീമിൻ്റെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പം ചേട്ടൻ മക്കൾ 2പേരെയും മോനെയും സനുവിനെയും കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂക്കു തീവണ്ടി, ഞങ്ങളുടെ ട്രാം എത്തിയായിരുന്നു. കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നെങ്കിലും ഈ ട്രാം യാത്ര ഒത്തിരി നല്ലതായിരുന്നു. നമ്മുടെ കൊച്ചു മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനിൽ നമ്മുടെ ടി വന്നിട്ട് ടിക്കറ്റ് കൊടുക്കുന്നതും ആ ടിക്കറ്റെല്ലാം ചേർത്ത് വെക്കുന്നതും അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെടുത്ത് ഫോട്ടോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്വന്തമായിട്ട് സെൽഫി എടുക്കുന്ന ഞങ്ങളുടെ ബോയ്സിനെ കണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ ദോഷക്കല്ല് പോലത്തെ തൊപ്പി എന്നെ വെയിലിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ. പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാമല്ലോ ഇത് വെച്ചിട്ട്. പിന്നെ എപ്പോഴത്തെയും പോലെ കുറച്ച് ഫോട്ടോഷൂട്ട് നമ്മുടെ ചിഞ്ചുവും മോനും രഞ്ജിത്തും ഞാനും കൂടെ. ഇവൻ്റെ പേര് അരുണെന്നും വിളിക്കും കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മോനാണ്. പിന്നെ അവൻ്റെ വൈഫാണ് കാവ്യ. പാവം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറക്കമില്ലാണ്ട് വന്നിരിക്കുക കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ ടി വന്ന് ടിക്കറ്റ് കൊടുക്കുക. അതിനായിരുന്നു അവിടെ പിന്നെ അടുത്ത അടി. എനിക്ക് 2 ടിക്കറ്റ് വേണം, എനിക്ക് 3 ടിക്കറ്റ് വേണം. അങ്ങനെ പാരൻസിനായിരുന്നു എല്ലാ ടിക്കറ്റും കൊടുത്തിട്ട് ഞങ്ങൾ വിടുക. അയ്യോ, ഞങ്ങളത് ശ്രീലാലേട്ടൻ ട്രെയിൻ വിട്ടേ ഓടി വരിക, വേറൊന്നുമല്ല. അടുത്തൊരു ഫാമിലി വരുന്നതുകൊണ്ട് ശ്രീലാലേട്ടനും ചേട്ടനും കൂടെ, അതായത് എൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ വെയിറ്റ് ചെയ്യണം, അവരെയും കൂടെ വിളിച്ചിട്ട് വരാനായിട്ട്. അങ്ങനെ കുക്കു തീവണ്ടിയിൽ യാത്ര തുടരുന്നു. ചെറിയ സീനറീസും എല്ലാം കണ്ട് അങ്ങനെ പോവുമായിരുന്നു. ഈ ട്രാമിൻ്റെ ഫ്രണ്ടും ബാക്കും ഏതെന്ന് അറിഞ്ഞൂടാത്ത ഞങ്ങളുടെ അടുത്ത ചേട്ടൻ പറഞ്ഞത് ഫ്രണ്ടിൽ കയറാൻ. ഫ്രണ്ടിൽ കയറിയതോ ബാക്കിലായിപ്പോയി. പിന്നെ കുഴപ്പമില്ല, ബാക്കിൽ നിന്ന് പതുക്കെ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന മുമ്പ് എത്തി. അവിടെ എത്തിയപ്പോഴോ മക്കളുടെ ചെറിയ ഡാൻസും ഷോർട്സും റീൽസും ഒക്കെ എടുക്കുമായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഡാൻസ് മാസ്റ്റർ വിക്രത്തിന് പരിചയപ്പെട്ടു. ഡാൻസ് മാസ്റ്റർ വിക്രം ചെറിയ സ്റ്റെപ്സൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ചേച്ചിമാർ 2പേരും അവരെ സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുത്തപ്പോഴോ ഡാൻസ് മാസ്റ്റർ വിക്രം അവരുടെ സ്റ്റെപ്പും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടിരുന്നപ്പം നമ്മുടെ അടുത്ത കുക്കു തീവണ്ടി എത്തി. നമ്മുടെ ട്രാമിൽ നമ്മുടെ ചേട്ടനും പിന്നെ നമ്മുടെ ശ്രീലാലേട്ടനും വേറൊരു ഫാമിലി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ടീം എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഫാമിലി പിന്നെ നമ്മുടെ ശ്രീലാലേട്ടനും എൻ്റെ ഹസ്ബൻഡും എല്ലാവരും വന്നെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഓക്ലാൻഡ് സൂ എൻട്രൻസിലാണ് കേട്ടോ വന്നിറങ്ങിയത്. അങ്ങനെ ഇതാണ് നമ്മുടെ മനീഷേട്ടൻ. മനീഷേട്ടൻ ഡയലോഗൊക്കെ കേട്ട് ചിരിച്ച് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങുമായിരുന്നു.
ഓക്ലാൻഡ് റെസിഡൻസിന് ചെറുതായിട്ട് ഓക്ലാൻഡ് സൂ എൻട്രൻസിൽ ചെറിയ ടിക്കറ്റിൻ്റെ സബ്സിഡി ഉണ്ടായിരുന്നു. അത് ഓഫ് പീക്ക് ടൈമിലാണെങ്കിൽ നമ്മുടെ അഡൽട്ട്സിന് $19 ചിൽഡ്രൻസിന് $11 ആയിരുന്നു. അതേ പീക്ക് ടൈം നമുക്കിപ്പം കുട്ടികളുടെ സ്കൂൾ ഹോളിഡേയ്സൊക്കെ ആയിരുന്നുകൊണ്ട് അഡൽട്ട്സിന് $24 ചിൽഡ്രൻസിന് $14 ആയിരുന്നു. അതേ കുട്ടികൾ 4 ഏജിന് താഴെ 4 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കാണെങ്കിൽ ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബേസിസിലായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ പതുക്കെ സൂവിലോട്ട് എൻട്രി ആയി. ഞങ്ങളുടെ ഫാമിലിയും ശ്രീലാലേട്ടനും ഒഴിച്ച് ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഓക്ലാൻഡ് സൂവിൽ വരുന്നത്. പക്ഷേ കാവ്യയും അരുണും ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ അതാ കാവ്യയാണ് ഞങ്ങളുടെ ഈ ടീമിൻ്റെ ലീഡ്. എല്ലാ കാര്യവും ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് എവിടെ കൂടുതൽ സ്റ്റാർട്ട് ചെയ്യാം, എവിടെ കൂടെ കറങ്ങി വരാം എന്നൊക്കെ പറയുമായിരുന്നു. നമ്മുടെ സൂ യാത്ര തുടങ്ങിയപ്പോൾ അവിടെ എൻട്രൻസിൽ നിന്ന് ഞങ്ങൾക്കൊരു ചെറിയൊരു പേപ്പർ പാംപ്ലെറ്റ് കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ഈ പാംപ്ലെറ്റിൽ ഏതൊക്കെയാണ് അനിമൽസ് എവിടെയൊക്കെ ഉണ്ട്, ഏതൊക്കെ ബേർഡ്സ് എവിടെ ഉണ്ട് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളൊരു പാണ്ടയെ കണ്ടായിരുന്നു. മക്കൾക്ക് പാണ്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മുടെ കാർട്ടൂണിലും ഇതിലൊക്കെ മാത്രം കാണുന്ന പാണ്ടയെ അങ്ങനെ ആദ്യമായിട്ട് കണ്ടായിരുന്നു. പിന്നെ ദൂരെ നിന്ന് ചെറുതായിട്ടായിരുന്നു കാണാൻ പറ്റിയിരുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് പോയപ്പം ഒരു വെറ്റിനറി വെറ്റ് ഹോസ്പിറ്റൽ എന്നായിരുന്നു. ഓക്ലാൻഡ് സൂവിൽ ഉണ്ടാകുന്ന അനിമൽസിനൊക്കെ ഉള്ളതായിരിക്കും ഈ വെറ്റിനറി വെറ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ വെച്ച് ആദ്യം ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അത് ശരിയാണ്, നമ്മുടെ കാവ്യയുടെ ബന്ധുവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് പോയപ്പോൾ ഞങ്ങൾ കണ്ടത് അവിടെ ഉണ്ടായിരുന്ന ഒരു സീ ക്രേറ്റ് എന്ന് പറയുന്ന ഒരു ഹൈലി വിനോമസ് ആയിട്ടുള്ള ഒരു സെമി അക്വാറ്റിക് ആയിട്ടുണ്ടായിരുന്ന ഒരു സ്നേക്ക് കേട്ടോ. അപ്പം ആ സ്നേക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വേറെ സൂലുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി അതിശയത്തോടെ നോക്കിയിരുന്നത്. എന്താ നമ്മുടെ ന്യൂസിലാൻഡിൽ വേറെ സ്നേക്കൊന്നും ഇല്ലാത്തൊരു കൺട്രിയാണ്. അപ്പം അവർ കണ്ടിട്ട് ഒത്തിരി അതിശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇന്നത്തെ ഇതിൽ ആദ്യം കയറിയ ആ ബിൽഡിങ്ങിൽ എന്താണ് കണ്ടു പഠിച്ചത്, പറയൂ വ്യക്തികളെ. യാത്രയായി അടുത്തടുത്ത് നടക്കുമ്പോൾ ഒത്തിരി എക്സ്പെക്റ്റേഷൻ ആയിരുന്നു കേട്ടോ, എന്തൊക്കെയോ കാണാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഒത്തിരി വെയിലും ചൂടായിരുന്നുകൊണ്ട് ചേട്ടൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു മക്കൾക്ക് എല്ലാവർക്കും ഹൈഡ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഇവാൻഷുവും നമ്മുടെ ആർഷിയും റുക്കും എല്ലാവരും കൂടെ പതുക്കെ നോക്കുക എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. ഒന്നും കണ്ടില്ല കേട്ടോ. എന്നിട്ട് എൻ്റെ അനിയൻ ആണെങ്കിൽ എന്നെ കളിയാക്കുമായിരുന്നു, നീ വന്നതോടെ ഇന്ന് ഓക്ലാൻഡ് സൂല് ഒന്നും കാണാനായിട്ടില്ല എന്നൊക്കെ കളിയാക്കുന്നത്. ഇത് ഏതാണെന്ന് ഇതിൽ കാണിച്ചു കൊടുക്കണം. ഞാൻ കാണിച്ചു കൊടുത്തു, അതാണ് അനുഭവിക്കുന്നത്. എനിക്ക് ഈ സൂല് ഒത്തിരി ഇഷ്ടപ്പെട്ടത് എന്തറിയോ, ഒരു നാച്ചുറൽ ഹാബിറ്റായിട്ടായിരുന്നു ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അനിമൽസിനൊക്കെ നടന്നു പോകാൻ പറ്റുന്ന, നമ്മുടെ ടൈഗറിനൊക്കെ നടന്നു പോകാൻ പറ്റുന്ന ഒരു പാത്തും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മിക്കവാറും കാര്യങ്ങളും സൂല് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് പോലെയായിരുന്നു അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ ഒരു ഫോറസ്റ്റിൽ അനിമൽസിനൊക്കെ ലിവ് ചെയ്യുന്ന അതേ ഒരു ഫീലായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കണ്ടത് ഒരു ടൈഗറിനായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതും പറ്റിപ്പോയിരിക്കും. പക്ഷെ വേണ്ട കേട്ടോ, എനിക്ക് ജീവിതത്തിൽ ഒരു കൊതിയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ സമാട്രൻ ടൈഗേഴ്സിനെ കുറിച്ച് നമ്മുടെ ഈ പാംപ്ലെറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമാട്രൻ ടൈഗേഴ്സ് 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛൻ രാമ, അമ്മ സഹായ, പിന്നെ ഒരു കൊച്ചു ലയൺ കപ്പ് കായ. ഇവർ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരാളെയാട്ടോ കണ്ടത്. മിക്കവാറും അച്ഛനെയോ അമ്മയായിരിക്കും. പിന്നെ ബാക്കി 2 പേരെയും തപ്പി നടന്നിട്ടും കാണാനില്ല കേട്ടോ. പിന്നെ വിഷമത്തോടെ അങ്ങ് തിരിച്ചു നടന്നു. വീഡിയോ ആണേ. എന്താണ് അടുത്തത്? ആ ശേഷി കയറി 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 കയറി. നമ്മുടെ നാട്ടിൽ അതേ ഒരു സ്മെല്ല്.
Right, this one. അതും ആർട്ടിഫിഷ്യൽ ആണോ അല്ല ഒരു മഴ പെയ്യിപ്പിക്കുന്നതാണോ? ആ കണ്ടോ, നീ അതിൻ്റെ അത് കഴിഞ്ഞു വന്നോ? ആ റിയൽ ക്രോക്കഡൈൽ അല്ല. മൈ ഗോഡ്, അപ്പോൾ പറ്റിച്ചല്ലടാ മക്കളല്ലോ നമ്മളെ. അങ്ങനെ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് റിയൽ ക്രോക്കഡൈലാണോ അല്ല ആർട്ടിഫിഷ്യലാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പറയായിരുന്നു കണ്ണ് മാത്രം എന്തോ ഒരു ബാറ്ററി വെച്ചൊക്കെ അനക്കുന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പതുക്കെ പോയി അടുത്ത് നിന്ന് സൂം ചെയ്തൊക്കെ നോക്കി കേട്ടോ. സത്യത്തിൽ അത് റിയൽ ആയിട്ടുള്ള ഒരു ക്രോക്കഡൈലായിരുന്നു. അപ്പോൾ പിന്നെ റിയൽ ആണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ മോഹൻ അതിൻ്റെ ടെയിൽ കാണണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്നെ നന്നായിട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അനങ്ങാണ്ട് പാവം പോലെ കിടക്കുക കേട്ടോ, എല്ലാവരും ഒന്ന് കാഴ്ചയൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പതുക്കെ ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ പതുക്കെ മേളിലോട്ട് നോക്കുമായിരുന്നു കേട്ടോ. ഞാൻ മഴ പെയ്യുന്ന പോലത്തെ ഒരു ഫീല്. ഞാൻ നോക്കിയപ്പോൾ മേളിൽ മൊത്തം ഇങ്ങനെ മരവും ചെടിയുമായിട്ടൊക്കെ നിൽക്കുക. അപ്പം ഫുള്ളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പം നല്ല ഒരു ക്ലൈമറ്റായിരുന്നു. പിന്നെ ഒരു നല്ല തണുത്ത കാറ്റും പിന്നെ ഒരു സ്മെൽ നമ്മൾ നാട്ടുപുറത്തൊക്കെ ഒരു സ്മെല്ല് പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ആനിമൽസ് നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം കണ്ട പോലത്തെ ചെറിയ ആനിമൽസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ ഫിഷും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി. അതുവരെ ഞങ്ങൾക്ക് വലിയ സാറ്റിസ്ഫൈഡ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഒന്നും അത്രയ്ക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു നടന്നത്. അപ്പം അനിയത്തി പറയുന്നുണ്ടായിരുന്നു വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ അനിമൽസിനെയൊക്കെ കാണാൻ പറ്റും, സീബ്രയും പിന്നെ ജിറാഫിയൊക്കെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നടക്കും കേട്ടോ ഞങ്ങൾ. പാവം ആനിമൽസ് ഒന്നും കാണാതായിട്ട് ലാസ്റ്റിൽ കണ്ണാടി വെച്ച് നോക്കിയത് എന്തിനാടാ? ഞാൻ ചേട്ടാ, ചേട്ടന്റെ അഭിപ്രായം എന്താണ് സൂവിനെ കുറിച്ചുള്ള അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. കാര്യം ഇതുപോലെ ഒരു സൂ നമ്മുടെ ലോകത്ത് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ സൂ ഇവിടെ അല്ലേ, അതുകൊണ്ടാണ്. അങ്ങനെ മക്കൾ നടന്ന് തളർന്നപ്പോൾ ഒരു ചെറിയൊരു സ്ഥലം കിട്ടി. അങ്ങനെ അവിടെ കയറി നിന്നു. പിന്നെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ആൾ ഞങ്ങളുടെ അണ്ണനെ കളിയാക്കുന്ന കേട്ടോ. പക്ഷെ പാവം ഞങ്ങളുടെ അണ്ണൻ. ഈ ടൂറും എല്ലാം ഞങ്ങൾക്ക് പ്ലാൻ ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ അണ്ണനാട്ടോ. പിന്നെ അടുത്ത സ്ഥലമെത്തി. ഇവിടുത്തെ പുതിയ ഡോർമാനെ What's there? It's this? Ah. Ah, yeah, I can see it. Thank you. ചേട്ടാ അതുകൊണ്ടല്ല അവിടെ തന്നെ നിൽക്കുന്നത്. ചേട്ടനെ അവിടെ തന്നെ ശ്രദ്ധിക്കുവാടേ. ഈ ടൂറിൻ്റെ മെയിൻ വിജയം എന്ന് പറയുന്നത് ഞങ്ങൾ പരസ്പരം ഇങ്ങനെ വെറുതെ ഫൺ ചെയ്തും ഞങ്ങളിങ്ങനെ ജോളിയായിട്ട് നടക്കുക കേട്ടോ. ഇങ്ങനെ പിന്നെ ആർക്കും പരിഭവങ്ങളൊന്നുമില്ല കേട്ടോ, ആരെയും കളിയാക്കാന്ന് പറഞ്ഞിട്ട്. എന്നെ എല്ലാവരും ട്രോൾ ചെയ്യുമായിരുന്നു, പിന്നെ ഞാൻ അങ്ങോട്ട് പലരെയും ട്രോൾ ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാവരും പരസ്പരം ട്രോൾ ചെയ്ത് അങ്ങനെ നടക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഗ്രൂപ്പായിട്ട് നടക്കുന്നതുകൊണ്ട് വലിയ മടുപ്പൊന്നും തോന്നിയില്ല കേട്ടോ. നിന്റെ അവന്റെ ഹസ്ബൻഡിനെ കാണാനില്ല. അണ്ണ അവിടെ ചെന്ന് കിഴിപാട് കാണിച്ചു തരുന്നു. ബാക്കി ബന്ധം അണ്ണന്റെ തൊപ്പിയുടെ റിഫ്ലക്ഷൻ. ഇതെന്താണെന്ന് അറിയാമോ? എന്നതാട്ടാ? അങ്ങനെ വെറുതെ ഓരോരോ പേരിട്ട് അങ്ങനെയൊക്കെ നടക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെറുതെ ഇങ്ങനെ സെൽഫിയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നടക്കും. നമ്മുടെ ക്യാപ്പിൻ്റെ ഭംഗി നോക്കുന്നു കേട്ടോ, അല്ലാതെ സ്വന്തം ഭംഗി നോക്കാറൊന്നുമില്ല. തീർച്ചയായും മക്കളൊന്ന് ടയേർഡായപ്പോൾ അവിടെ ഇരുത്തി മക്കൾക്ക് കുറച്ച് നട്ട്സൊക്കെ ഫ്രൈ ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. എന്റെ മക്കൾക്ക് ഇടാൻ ബുദ്ധിമുട്ടാടാ കഴിക്കാൻ. പറഞ്ഞു അങ്ങനെ പരസ്പരം കളിയാക്കിയിട്ട് ഇരിക്കും കേട്ടോ. നമുക്ക്
ഈ കുഞ്ഞു വാവയ്ക്ക് ഡിണ്ടുമോനാണ് നമ്മുടെ ഗ്രൂപ്പിലെ ഡിണ്ടുമോൻ. ഇതിഷ്ടമല്ല, നീളത്തത് തീർന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ആഫ്രിക്കൻ സഫാരി പാർക്ക് എത്തി കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞ് കുറച്ചുകൂടിയുള്ള ആനിമൽസും എല്ലാമൊക്കെ കാണാനായിട്ടുള്ള അകത്തോട്ട് പോകുന്നത് നിങ്ങളൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആഫ്രിക്കൻ സഫാരി പാർക്കിൽ ആദ്യമായിട്ട് കാണാൻ പോയത് ആഫ്രിക്കൻ കാറ്റിനെയായിരുന്നു. ഈ പൂച്ചയെ ഞങ്ങൾ ഒത്തിരി നോക്കിയായിരുന്നു കേട്ടോ, കാണാനില്ലായിരുന്നു. കണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരായിരുന്നു. അവിടെയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ, വെറുതെ കാടും പരമ്പുമായിട്ടൊക്കെ നടക്കുമായിരുന്നു. പിന്നെ അടുത്തത് റൈനോസറസ്, അതും രണ്ടാമതും ചീറ്റിപ്പോയി. ഒന്നും കാണാനില്ലായിരുന്നു കേട്ടോ. മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമായിരുന്നു, ഒന്നും കാണാനില്ലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയൻ അരുൺ കളിയാക്കുന്നുണ്ടായിരുന്നു, നീ വന്നത് പ്രമാണിച്ച് എല്ലാ ആനിമൽസും ഒന്ന് സിക്ക് ലീവ് ആണെന്നുണ്ട്. ആയിരിക്കും, ചിലപ്പോൾ ചൂടൊക്കെ കൊണ്ട് ആനിമൽസ് ഇങ്ങനെ പതുക്കെ എവിടെയെങ്കിലും മരത്തിൻ്റെ തണലിൽ ഇരിക്കുകയായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ച് സമാധാനിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് യാത്ര തുടർന്നു. ചിമ്പൻസിയിൽ വരുന്നല്ലേ നമ്മൾ ജിലേബി കുരങ്ങനെന്ന് പറയും. പൊന്നു എന്തൊക്കെയാണ് പറയണേ. നമ്മളെ പള്ളിയിലൊരിക്കൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അടി, ഓർമ്മയുണ്ടോ? എനിക്ക് അറിഞ്ഞു കേട്ടോ. പക്ഷെ ശരിക്കും ഇതിന്റെ വായെന്ന് പറഞ്ഞ ഒരു റെഡ് കളറിലുള്ള ഫ്ലൂയിഡാണ്. എന്തായാലും വിചാരിക്കുക ചോരയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലേഡി ഗൈഡ് വന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഫ്ലെമിംഗോയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫാദർ ആൻഡ് മദർ 2 പേരും എന്ത് കഴിഞ്ഞാൽ അവരുടെ അപ്പയിജിയെ ട്രാക്ക് ചെയ്യുന്ന ഒരു റെഡ് കളറിലുണ്ടാകുന്ന ഒരു മിൽക്ക്, അതായത് ക്രോപ്പ് മിൽക്ക് എന്ന് പറയുന്ന ഒരു സംഭവം അവരുടെ ചിക്സിന് വേണ്ടിയിട്ട് ഫീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അത് കാണുമ്പോൾ ബ്ലഡ് പോലെ ഇരിക്കും. അപ്പോൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് റീത്തേട്ട് എത്രയും നേരം പറഞ്ഞത് കോമഡി അല്ല സത്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, ചേട്ടൻ ഏതൊക്കെയാണ് കോമഡി ഏതൊക്കെയാണ് സത്യം പറഞ്ഞതെന്ന് പോലും ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എപ്പോഴും ഇങ്ങനെ കോമഡി അടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരുടെ ക്ലാസ് സെഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് സ്ഥലം വിട്ടു. അതിന്റെ മുടി വളർന്ന് ഒട്ടി ഉണ്ടാവണം. അപ്പോൾ റീത്തേട്ടൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ റൈനോസറസിൻ്റെ കൊമ്പെന്ന് പറയുന്ന ഹോൺ, ഈ ഹോൺ എന്ന് പറയുന്ന ഹൈലി ഒരു കെരാറ്റിൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് കേട്ടോ. നമ്മുടെ മുടിയും നഖവും എങ്ങനെ വളർന്നോ അതുപോലെയാണ് ഇതിൻ്റെ കൊമ്പ് ഹോൺ വളരുന്നത്. അത് മെയിനായിട്ട് പ്രൊട്ടക്ഷന് വേണ്ടി. സീബ്ര ഒക്കെ ഉണ്ടോ? അടിപൊളി കേട്ടാ. ഓസ്ട്രിച്ചും കൂടിയുണ്ട്. ഓസ്ട്രിച്ച് എവിടെയാ? അത് വേറെ ആർക്കും പോകത്തില്ല, അത് വേറെ മനുഷ്യ ജീവിക്കുക. അതെല്ലാവർക്കും അവരവരെ ഭാര്യമാരെ പറ്റി തോന്നുന്നു. മനുഷ്യ ജീവിക്കുക നോക്കി കൂച്ചണോ മക്കളെ? ലോകത്ത് രണ്ടാമത്തെ ഷാർക്ക് നാക്കി ഒന്നായിരുന്നു. ഒന്ന് അങ്ങനെ നമ്മുടെ ജിറാഫിനെയും ഓസ്ട്രിച്ചിനെയൊക്കെ അടുത്തടുത്ത് നിന്ന് കണ്ടു. ഒരു വെള്ളം കുടിക്കുന്നതും അതിൻ്റെ ടെക്നിക്സും ഒക്കെ നോക്കിയിട്ട് പിന്നെ ഫാമിലി ഫോട്ടോയുടെ ടൈമായിരുന്നു.
മക്കളെയൊക്കെ പിടിച്ച് ഫാമിലി ഫോട്ടോയ്ക്ക് ഇരുത്താൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. പിന്നെ ഇതൊക്കെ കണ്ട് മടങ്ങി ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിരുന്നു പോയത്. ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു പ്ലേസ് ആയിരുന്നു ശ്രീലാലായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള സ്ഥലമായിരുന്നു. അതുകൂടാതെ വേസ്റ്റൊക്കെ ഇടാൻ പറ്റിയ സ്ഥലവും ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് എല്ലാവരും കൂടെ പോയി ഫുഡൊക്കെ എടുത്തിട്ട് പറഞ്ഞതിൻ്റെ അകത്ത് ഞങ്ങൾ പതുക്കെ ഒന്ന് റീൽസും ഫോട്ടോസും ഒക്കെ കൂടി എടുക്കാനായിട്ട് പോയായിരുന്നു. ചിഞ്ചു ആണെങ്കിൽ നല്ലൊരു ഡാൻസറായിരുന്നു. അപ്പോൾ ചിഞ്ചുയുടെ ഒരു ചെറിയ റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ DP ഇടാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ദേ ഫുഡ് വന്നു. ഞങ്ങൾ ഫുഡ് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചിൻ്റെ പുറത്ത് ഞങ്ങൾ ഫുഡൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചു. പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചു. മെയിനായിട്ട് എല്ലാ മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും വേസ്റ്റോ ഒന്നും അവിടെ ഒന്നും കളയരുത് എന്നിട്ട്. അപ്പം അവിടെ ഒന്നും കളയാതെ ഞങ്ങൾ കഴിച്ചിട്ട് എല്ലാ വേസ്റ്റും ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പേപ്പർ പ്ലേറ്റ്സ് അതൊക്കെ ഇടാൻ പറ്റുന്ന ഒരു വേസ്റ്റ് ഡിസ്പോസൽ ഏരിയ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഡിസ്പോസ് ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന എല്ലാം ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരാട്ടോ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഒരു നല്ലൊരു മൂമെൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാണ് സ്വിമ്മിംഗ് പൂളിൽ പോകാമെന്നൊരിതാണ് പ്ലാൻ. പക്ഷേ പ്ലാൻ തെറ്റി എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ മാംഗ്രേ ലക്ഷപ്പൂരിൽ പോകാമെന്നിരുന്നപ്പോൾ അവിടുത്തെ പൂൾ ഇപ്പം ഡിസംബർ വരെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു വാട്ടർഫോൾസിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാട്ടർഫോൾസിലോട്ട് പോയി. ചുക്ക് 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 ചുക്ക്. നിന്നോട് നീതാൻ മണ്ണോട് നീതാൻ ആ വാട്ടർഫോളിൻ്റെ ഭംഗിയും തണുപ്പും ഒക്കെ കണ്ടപ്പം ഫീൽ ചെയ്തപ്പം അറിഞ്ഞൂടാതെ പാട്ട് പാടിപ്പോയി കേട്ടോ. ഇത്രയും നേരം എൻ്റെ പാട്ട് സഹിച്ചതിന് വേണ്ടി നന്ദി. പിന്നെ ഹസ്ബൻഡും മക്കളൊക്കെ അടുത്ത് നിന്ന് ആ വാട്ടർഫോളിൻ്റെ തണുപ്പൊക്കെ കൊള്ളുമായിരുന്നു. ഞങ്ങൾ ഇതിനിടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ യാത്രയായി. യാത്ര ക്ഷീണമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് കട്ടത്തേലും കുറച്ച് സ്നാക്സൊക്കെ കൂടെ കഴിച്ചു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു. അതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ യാത്രയായി. കണ്ടപ്പോ അടിവയറ്റിൽ മഞ്ഞുള്ള രാത്രി ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി കരിമിഴിയുള്ള കളവാണി താപ്പുങ്കൽ കണ്ടപ്പോ കണ്ണൊന്നു ഉടക്കി ചിരിക്കല്ല പെണ്ണെ കല്യാണി എന്നെ പാലത്തിക്കുള്ളിൽ എന്നെ കുടുക്കി കണ്ണിൽ നിറം കണ്ട് കയ്യിൽ വള കണ്ട് കാലിൽ കൊലുസുത്തി എന്നെ കുടുക്കി അരയലെ അരഞ്ഞാളം മരക്കെട്ടി കിടക്കുമ്പോൾ എനിക്കിന്റെ മോഹമിൽ അരുപ്പമിൽ ഒഴുകും ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലെ കൊച്ചു ഗായകൻ. നന്നായിട്ട് പാട്ട് പാടും. പക്ഷെ പാട്ട് പാടാൻ ഭയങ്കര നാണാട്ടോ. പക്ഷേ എന്നാലും ഇതുപോലെ ഞങ്ങളുടെ യാത്രയിൽ മിക്കവാറും ഞങ്ങളെ പാട്ട് പാടി ഞങ്ങളെ ഗ്രൂപ്പിന് തന്നെ നല്ല ഒന്ന് ചീറപ്പ് ചെയ്യുന്നത് ഞങ്ങളുടെ സനുക്കുട്ടനാണ്. അപ്പോൾ ഈ സനുക്കുട്ടൻ്റെ ഈ പാട്ടിന് എത്ര സ്കോർ ഇടും ഔട്ട് ഓഫ് 10 എന്ന് പറയാമോ? നിങ്ങളുടെ വലിയേറിയ കമൻറ്റ്സ് ഞങ്ങളുടെ സനുക്കുട്ടന് കുറച്ചുകൂടി ഇനി പാട്ടുകളിലോട്ട് പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. ബൈ, സി യു, ഗുഡ് നൈറ്റ്. You're watching Ralph's World. I'm so excited you're here, so let's jump right